ഹലോ ഗൈസ്, ഈ എപ്പിസോഡിൽ ആദ്യം തന്നെ നന്ദാവനം കാണിക്കുന്നുണ്ട്. നന്ദാവനത്തിലേക്ക് നന്ദുവിന്റെ ഫ്രണ്ട്സ് വരികയാണ്. അവർ വരുമ്പോ തന്നെ നന്ദു സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്. ഡി നന്ദു, കുറെ ദിവസമായാലും നിന്നെ പുറത്തേക്ക് കണ്ടിട്ട്. കുറച്ചു ദിവസം മുന്നേ നീ അനന്തപുരിയിലായിരുന്നു അല്ലേ? ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല. ഇതൊക്കെ അനി പറഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അറിയാൻ. ആ, കുറച്ചു ദിവസം ഞാൻ അനന്തപുരിയിലായിരുന്നു. ദേ, നിന്റെ അടുത്ത സുഹൃത്തിന്റെ കല്യാണമല്ലേ? എന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? എടി, അവിടെ നിന്ന് എൻജോയ് ചെയ്യേണ്ട സമയല്ലേ? പ്രത്യേകിച്ച് അത്രയും വലിയ വീട്ടിലൊക്കെ അവിടെയൊക്കെ നല്ല ആഘോഷമായിരിക്കും. അപ്പൊ നന്ദു ചോദിക്കുന്നുണ്ട്, ഈ വലിയ വീട്ടിൽ മാത്രം ആഘോഷം ഉണ്ടാകത്തുള്ളൂ, നമ്മളെപ്പോലുള്ള വീടുകളിലൊന്നും ആഘോഷം പറഞ്ഞിട്ടില്ലേ? എടി നന്ദു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ദേ, നീ അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ട. നിങ്ങൾക്കൊക്കെ വേറെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോ. ശരി, ഞങ്ങളൊന്നും പറയുന്നില്ലോ. അല്ല, നീയല്ല പറഞ്ഞിരുന്നത് അനിയൊരുക്കാൻ ഞങ്ങളെല്ലാരും വേണമെന്ന്. ഇത് കേട്ടപ്പോ തന്നെ നന്ദുവിന് വലിയ വിഷമാവാട്ടോ. അപ്പൊ നന്ദു പറയുന്നുണ്ട്, ആ, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. മുഹൂർത്തത്തിന് സമയം എടുക്കുമ്പോ നിങ്ങളൊന്ന് പോയി ഒരുക്കി കൊടുത്താൽ മതി. അപ്പൊ നീ വരുന്നില്ലേ? ഞാനില്ല. നിങ്ങൾക്ക് ഞാനില്ലാതെ പോവാൻ പറ്റില്ലെങ്കിൽ പോവണ്ട. അനി വേറെ ആരെങ്കിലും വെച്ചോളും. എന്തായാലും എന്നെ അതിലേക്ക് കൂട്ടി വിളിക്കണ്ട. നീ എന്താ നന്ദു ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ നിന്റെ ഫ്രണ്ട് അല്ലേ? നിന്നോടൊന്ന് ഇഷ്ടം പറഞ്ഞെന്ന് കരുതി നീ ഇത്ര ബിൽഡപ്പ് ഇടേണ്ട ആവശ്യം എന്തിരിക്കുന്നു? എനിക്ക് അഹങ്കാരമൊന്നുമില്ല. ദേ, ഇപ്പൊ തന്നെ ഞങ്ങളെ കൂട്ടിച്ചേർത്ത് ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓ, അപ്പൊ അതാണ് കാര്യം. ഈ സമയത്ത് തന്നെ നന്ദുവിനോട് സംസാരിച്ചിരിക്കുന്നവന്റെ കൂടെ വന്ന വേറൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അവന് നന്ദുവിന്റെ ബുക്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ മറച്ചു നോക്കുന്നുണ്ട്. മറിച്ചു നോക്കുന്നതിന്റെ ഇടയിലാണ് ഒരു ഡയറി പോലത്തെ ബുക്ക് അവന്റെ കണ്ണിൽ പെടുന്നത്. അവനത് മറിച്ചു നോക്കുന്നതിന്റെ ഇടയിലാണ് അനിയുടെ ഫോട്ടോ കണ്ടത്. ആ ഫോട്ടോന്റെ സൈഡിലായിട്ട് പ്രണയത്തിന്റെ കുറച്ചധികം നല്ല വരികൾ, അതും അനി എഴുതിയ വരികളും നന്ദു എഴുതിയ വരികളൊക്കെ ഉണ്ട് അതില്. ഇത് കണ്ടപ്പോ തന്നെ ഇവന് പതുക്കൊന്ന് നന്ദുവിനെ കണ്ണോണ്ട് നോക്കുന്നുണ്ട്. നന്ദു ഇവനോട് ഷൗട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കാട്ടോ. അങ്ങനെ പതുക്കെ ഇവൻ ആ ഫോട്ടോ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫോട്ടോയും കൊണ്ട് മെല്ലെ അവിടെ നിന്ന് എസ്കേപ്പ് ആവണ്ടേ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എടാ നമുക്കെന്നാ വിട്ടാലോ? നന്ദു വരുന്നില്ലെന്നല്ലേ പറയുന്നത്? അവളിവിടെ ഇരിക്കട്ടെ, എത്ര കാലം വരെ ഇരിക്കുന്നെന്ന് കാണണമല്ലോ. ഒരു നിരാശ കാമുകി വന്നേക്കുന്നു. ഡാ, എന്താ നീ പറഞ്ഞത്? അയ്യോ, അറിയാതെ പറഞ്ഞു പോയതാ നന്ദു. ഇനി അതിനിട്ട് എന്നെ ചാമ്പണ്ട. എന്നാ ശരി നന്ദു, നിന്റെ മനസ്സൊന്ന് ഫ്രീ ആവുമ്പോ നീ ഞങ്ങളെ വിളിക്ക്. ദേ, അവൻ പറയുന്ന വീട്, അവൻ ചുമ്മാ ഓരോന്ന് പറയാ. ഇതും പറഞ്ഞ് നന്ദുവിന്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇറങ്ങിയ പാടെ തന്നെ കുറച്ച് മാറി നിന്നിട്ട് മറ്റവൻ വണ്ടി നിർത്താൻ പറയുന്നുണ്ട്. എടാ, ഒന്ന് നിർത്തിക്കേ. എന്താടാ? അതെ, അനിയുടെ നമ്പർ നിന്റെ കയ്യിലില്ലേ? അതിലേക്കൊന്ന് വിളിച്ചേ. എന്തിനാടാ? അവൻ കല്യാണം അടുക്കയല്ലേ, ഓരോ തിരക്കിലായിരിക്കും. ഹാ, നീ വിളിക്കടാ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. ശരി എന്നാ. അങ്ങനെ അനിയെ വിളിച്ചപ്പോ തന്നെ അനി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ഈ പയ്യൻ പറയുന്നുണ്ട്, അനി നീ എവിടെയാ? ഞാൻ പുറത്ത് ജംഗ്ഷനിലുണ്ട്. എന്തേ? എടാ, ഞങ്ങൾ സ്ഥിരം കാണുന്ന ക്ഷേത്രത്തിന്റെ അടുത്തുണ്ട്. നീ ഞങ്ങളടുത്തേക്ക് ഒന്ന് വരുമോ? ആ ശരി, ഞാൻ വരാം. ഇതും പറഞ്ഞ് അനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ മറ്റേ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എടാ നീ ഇപ്പൊ എന്തിനാ അനിയെ വിളിച്ചത്? ദേ, ഇത് നോക്കിയേ. ഇതെന്താ? ഇത് അനിയുടെ ഫോട്ടോ ഇല്ലേ? ആ, ഈ ഫോട്ടോ എനിക്ക് എവിടുന്നാ കിട്ടിയെന്നറിയോ? എവിടുന്നാ? നമ്മളിപ്പോ എവിടുന്നാ വരുന്നത്? അവിടുന്ന് തന്നെ. നന്ദുവിന്റെ അടുത്തുനിന്നോ? അതേടാ, നിനക്കിപ്പോഴും മനസ്സിലായില്ലേ? നന്ദുവിന്റെ ബുക്സ് ഒക്കെ ഞാൻ ജസ്റ്റ് മറിച്ചു നോക്കിയില്ലേ, അതിന്ന് കിട്ടിയതാ. ഷെടാ, എന്നിട്ട് നീ ഇതെന്നോട് അവിടെ വെച്ച് പറഞ്ഞില്ലല്ലോ. എടാ, ഇത് ശരിക്കും നമ്മൾ നന്ദുവിനോട് സംസാരിക്കേണ്ടതല്ല, അനിയുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാ. അവളുടെ നിരാശയ്ക്ക് കാരണം എന്താന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? ഇടയ്ക്ക് വെച്ച് നമ്മൾ അനിയാണെന്ന് കരുതി, പിന്നെ അതെല്ലാം നമ്മളെ മനസ്സിനെ പറഞ്ഞ് ധരിപ്പിച്ചു. എന്നാലേ നമ്മുടെ നന്ദുവിന്റെ നിരാശയ്ക്ക് കാരണം ഈ അനി തന്നെയാ. എടാ, എന്നാലും നന്ദു നമ്മളോട് പറഞ്ഞു ഇതൊന്നും അല്ലല്ലോ. ശരിയാ, നന്ദു നൈസായിട്ട് നമ്മളെ പറ്റിക്കായിരുന്നു. എടാ, എന്നാലും എനിക്കൊരു സംശയം. നമ്മുടെ നന്ദു ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. പെട്ടെന്ന് വെച്ച് ഈ അനി എങ്ങനെ അവളുടെ മനസ്സിൽ കയറിയത്? എത്രയെത്ര ആണുങ്ങൾ അവളെ കണ്ടിരിക്കുന്നു, എന്നിട്ടും അവൾക്ക് ഇങ്ങനെയൊരു മാറ്റം ഇല്ലായിരുന്നല്ലോ. അതേടാ, എന്തോ ഒരു കാര്യമുണ്ട് അനിയെ സ്നേഹിക്കാൻ. എന്തായാലും അനി നല്ലവനാ. അതേടാ, നീ പറഞ്ഞ എന്നാ ശരി, ഇത് നമുക്ക് അനിയെ അറിയിക്കണം. ദേ പറഞ്ഞ നാവ് വായി കിട്ടിയില്ല, അപ്പോഴേക്ക് അനി എത്തി. എന്തിനാടാ വിളിച്ചേ? അല്ല, നിന്റെ കല്യാണവർക്കൊക്കെ എവിടെ വരെ എത്തി? ഓ, ഇത് ചോദിക്കാനാണോ നിങ്ങൾ വിളിച്ചത്? ദേ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് പോണം. അല്ല, അനാമികക്ക് സുഖം തന്നെ. അത് അവളോട് പോയി ചോദിക്ക്. അല്ല, നീ അവളെ സ്ഥിരം വിളിക്കാറുള്ളതല്ലേ, അവക്ക് സുഖാണോന്ന് നിനക്കറിയില്ലേ? ഡാ, എന്താ നിങ്ങൾ എന്നെ കളിയാക്കുവാ? ദേ പോവല്ലേ, കല്യാണം കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ പോലും നിന്നെ കിട്ടിയെന്നിരിക്കില്ല. ഞങ്ങളൊക്കെ നന്ദുവിന്റെ ഫ്രണ്ട്സ് ആയി പോയില്ലേ? അതെന്താ, കല്യാണം കഴിഞ്ഞാൽ നന്ദു എന്നെ കാണാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? ഹേയ്, അങ്ങനെയില്ല. നിന്റെ ഭാര്യ അനാമികയെ ഞങ്ങളെ കാണാൻ സമ്മതിക്കില്ലെന്ന് പറ. അതെ, അനാമിക എന്റെ ഭാര്യ ആയിട്ടൊന്നുമില്ല. അയ്യോ, ഞങ്ങളെ ജസ്റ്റ് പറഞ്ഞതാ. അതിരിക്കട്ടെ, നിങ്ങൾ നന്ദുവിന് കണ്ടിരുന്നോ? കണ്ടിട്ട് വരുന്ന വഴിയാ. നന്ദു അനന്തപുരിയിൽ നിൽക്കാൻ വന്നിരുന്നല്ലോ കല്യാണം വരെ. നിങ്ങൾ ആരോ അവളെ ഇറക്കി വിട്ടെന്നാ തോന്നുന്നത്. അവക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ. ധ്യാനി, ഞങ്ങൾ അതേക്കുറിച്ച് പറയാനൊന്നല്ല വന്നത്, ഒരു സീരിയസ് മാറ്ററാ. എന്താ? ദേ, ഇത് നോക്കിയേ. ഇത് എന്റെ ഫോട്ടോ ഇല്ലേ? ഇതെന്തിനാ നിങ്ങൾ കൈവച്ചിരിക്കുന്നേ? അയ്യോ, ഞങ്ങൾ ഫോട്ടോഷോപ്പ് പോയിട്ട് ഫോട്ടോ എടുത്തോണ്ട് വരുമെന്നല്ല. ഇത് ഞങ്ങൾക്ക് ഒരാളുടെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാ. ബുക്ക് ചെയ്തോ? ആരുടെ ബുക്കിന്ന്? ആരുടെ ആയിരിക്കും? നന്ദുന്റെയോ? അതെ.
ദേ ഞാനും നന്ദു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇവൻ എന്തോ ഒരു ഭാഗ്യത്തിന് അവളുടെ ബുക്ക് ഒന്ന് മറച്ചു നോക്കാൻ തോന്നിയത്. എക്സാം ടൈമിന് പോലും ബുക്കിന്റെ പരിസരത്തേക്ക് അടുക്കാത്തവനാ നന്ദുവിന്റെ ബുക്ക് കണ്ടപ്പോ എന്തോ ഒരു ഭാഗ്യത്തിന് തുറന്നു നോക്കാൻ തോന്നിയത്. എടാ, നിങ്ങൾ സത്യം തന്നെയാണേ പറയുന്നത്? ഇത് നന്ദുവിന്റെ ബുക്കിൽ നിന്ന് കിട്ടിയതാണോ? എന്താടാ, പിന്നെ ഞങ്ങൾ കള്ളം പറയാനാണോ? തമ്മിൽ ചേരാത്തവരെ പരസ്പരം ചേർത്തിട്ട് ഞങ്ങൾക്ക് എന്താ വട്ടോ? എടാ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, അവിടെ അനിയുടെ കവിതയിലെ നല്ല 2-3 വരികൾ ഉണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചു. പ്രണയത്തിന്റെ കുറച്ച് വരികൾ. ദേ, നന്ദു ശരിക്കും അനിയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിന് ഇനി എന്ത് തെളിവാ വേണ്ടത്? പക്ഷെ നന്ദുവിന്റെ സംസാരത്തിൽ എനിക്ക് ഒരിക്കൽ പോലും അങ്ങനെ തോന്നിയിട്ടില്ല. ദാനി, ഇതിന്റെ പിന്നിൽ ശരിക്കും ആരോ നിന്ന് കളിച്ചിട്ടുണ്ട്. എന്നുവെച്ചാ ആരോ എന്തോ പറഞ്ഞ് അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ നയനേച്ചി, അല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛനും അമ്മയും. അവളുടെ നയനേച്ചി എന്തെങ്കിലും പറഞ്ഞാലാ അവൾക്ക് കൂടുതൽ ഹേർട്ടാകുക. അതുകൊണ്ട് സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഇത് കണ്ടപ്പോ തന്നെ ഇവൻക്ക് നിന്നെ അറിയിക്കാനുള്ള ബുദ്ധി തോന്നിയത്. എനിക്കാണ് ഇത് കിട്ടിയതെങ്കിൽ സത്യം പറയാലോ, ഞാനത് അവളുടെ മുന്നിൽ പോയി ചോദിച്ചേനെ. ഇവനായതുകൊണ്ട് കാര്യം നൈസായിട്ട് ഡീൽ ചെയ്തു. അപ്പൊ അനി പറയുന്നുണ്ട്, എടാ താങ്ക്സ് എടാ, ഒരുപാട് നന്ദിയുണ്ട്. നീ ഞങ്ങളോട് നന്ദിയൊന്നും പറയണ്ട. നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് ചെയ്യ്. പിന്നെ ഇതൊക്കെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമൊന്നുമല്ല, നിന്നെ ഞങ്ങൾ ഈ അടുത്തായിട്ടാ കണ്ടത്. നമ്മുടെ നന്ദു, അവളുടെ വിഷമം കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല. കുറെ ആയിട്ട് പഴയ സൗഹൃദമൊന്നും ഇപ്പൊ അവക്കില്ല. അവളെയൊന്നും പഴയ പോലെ കൊണ്ടുവരണം. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായം അവൾ ചെയ്തിട്ടുള്ളതാ. ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല. പിന്നെ നീയും നല്ലവനാ. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഫ്രണ്ട്സാ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഞങ്ങൾ തന്നെ വേണ്ടേ? അതെ, നീ ഇപ്പൊ ഇതുമായിട്ട് എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ ആദ്യം പോകുന്നത് നയനേടത്തിന്റെ അടുത്തേക്കാ. നയനേടത്തിക്ക് അറിയാം എന്താ സത്യം എന്നുള്ളത്. നയനേടത്തി പറയും സത്യം. ഡാഡാ, നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നയനേടത്തിയെ ഞാൻ എന്റെ ഏട്ടനെ പോലെയാ സ്നേഹിച്ചത്. അതായത് എന്റെ സ്വന്തം ചേച്ചിയെ പോലെ. സത്യം അറിഞ്ഞിട്ട് ചേച്ചി ഒരിക്കലും അതെന്റെ അടുത്തുനിന്ന് മറച്ചു വെക്കില്ല. പക്ഷെ നന്ദുവിന് എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയണം. ദേ, ഞാൻ വരടാ. എന്തെങ്കിലും തീരുമാനമായാ നിങ്ങൾ അറിയിക്കാം. ദേ, പിന്നെ അനി, ഞങ്ങളാണ് ഈ ഫോട്ടോ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതെന്ന് ആരും അറിയരുതേ, പ്രത്യേകിച്ച് നന്ദു. എടാ, നിങ്ങളുടെ സൗഹൃദത്തിനിടയിൽ ഒരു വിള്ളലുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കില്ല. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. അങ്ങനെ അവിടുന്ന് അനി പോകുന്നുണ്ട് കേട്ടോ. അനി നേരെ പോകുന്നത് അനന്തപുരിയിലേക്കാണ്. ഇനി ഫുള്ള് അടിപൊളി ട്വിസ്റ്റുകളാണ് നടക്കാൻ പോകുന്നത്. അനി ഒരു മടിയില്ലാതെ നേരെ നയനയുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അത് ആര് കേട്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അനി ചോദിക്കുന്നത്. ജാനകിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്. ജാനകി അവിടെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി എപ്പിസോഡുകളാണ് ഇതൊക്കെ. മൂർത്തിമുത്തശ്ശൻ അറിയുന്നുണ്ട് നന്ദുവിന്റെ അനിയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ എപ്പിസോഡുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡ്, അടുത്ത എപ്പിസോഡ് വേണമെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.